എല്ലാവർക്കും നമസ്കാരം. ഒരു വളക്കോട്ടുണ്ടെന്നുള്ളിൽ, ഒരു മയിൽപ്പീലി ഉണ്ടെന്നുള്ളിൽ, വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണ് എനിക്കെന്നും എന്ന് കുഞ്ഞു കവിതയിലൂടെ മനോഹരമായി നമ്മളോട് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷ്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കവിതകളിലൂടെ വലിയ വലിയ ലോകങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ കുഞ്ഞുണ്ണി മാഷിന്റെ പ്രപഞ്ചം വളരെ വലുതായിരുന്നു. ആപാലവൃത്തം ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു കവി ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് കുഞ്ഞുണ്ണി മാഷാണ് എന്ന്. വായന പശ്ചാത്തലത്തോട് അനുബന്ധിച്ചൊക്കെ പല സ്ഥലത്തും പ്രഭാഷണങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളോടും ചോദിക്കും, കുഞ്ഞുണ്ണി മാഷ് എല്ലാവർക്കും അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ന്യൂജൻ ഭാഷയിൽ അവർ പറയാറുണ്ട് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന്. അപ്പൊ അങ്ങനെ അവരിൽ പോലും കുഞ്ഞുണ്ണി മാഷിന്റെ പ്രഭാവം വളരെയധികമാണ്. അങ്ങനെയുള്ള ആ ഒരു പ്രിയപ്പെട്ട മലയാളത്തിലെ പ്രിയങ്കരനായ കവിയെ പറ്റി ആണ് നമ്മൾ ഇന്നിവിടെ സംവദിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒത്തിരി കുഞ്ഞുണ്ണി മാഷ് എന്ന ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ, സാഹിത്യ ലിറ്റററി ഫോറത്തിന്റെ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം ഒരു എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും നല്ലൊരു സംഘാടകനും നല്ലൊരു ഗായകനും ഒക്കെയാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ സാഹിത്യക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. അടുത്തതായി വിശേഷണങ്ങളിൽ ഒതുങ്ങാത്ത നമ്മുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ ശ്രീ വസന്തൻ മാഷ്. അദ്ദേഹം സാഹിതിയുടെ ഭാഗമാണ്, സാഹിതിയുടെ വഴികാട്ടി കൂടിയാണ്. ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതൊന്നും എല്ലാം ഇവിടെ പറഞ്ഞു തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല. മലയാള സാഹിത്യത്തിന്റെ നിത്യവസന്തം, അതുപോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാർഗദർശി, അതുപോലെ അവരുടെ പ്രചോദനം, പുതുതായിട്ട് വരുന്ന എല്ലാ എഴുത്തുകാർക്കും എന്നും പ്രചോദനമാണ് അദ്ദേഹം. എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഏറെ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ പ്രഭാഷണത്തിരിക്കുന്നത് ഡോക്ടർ PR ജയശീലൻ സാറാണ്. അദ്ദേഹം ഒരു മികച്ച പ്രഭാഷകനും അധ്യാപകനും അതുപോലെ എഴുത്തുകാരനും ഒക്കെയാണ്. ജീവശാസ്ത്ര നിരൂപണ രംഗത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകൾ ഏറെയാണ്. അദ്ദേഹത്തെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുണ്ണി മാഷിനെ പറ്റിയുള്ള ആധികാരികമായ ഒരു ജീവചരിത്രം എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി മാഷിന്റെ വിപുലമായിട്ടുള്ള കാവ്യജീവിതത്തിലേക്കുള്ള ഒരു വ്യക്തിനോട്ടം, അതിന്റെ പല ഏടുകളും നമുക്ക് വിശദമായിട്ട് അറിയുവാനായിട്ട് ആ പുസ്തകം നമ്മളെ ഏറെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളും നമുക്ക് ഏറെ താല്പര്യം ജനിപ്പിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറെ ആദരവോടെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ രാഘവൻ മാഷ്. അദ്ദേഹം സാഹിതിയുടെ ഭാഗം തന്നെയാണ്, കവിയും ഗാനരചയിതാവുമാണ്, അതുപോലെ തന്നെ പുരോഗമന സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ്. അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, പുതുമ തേടി എപ്പോഴും പുതുമയുടെ പുറകെ തന്നെ പോകുന്ന ഒരു കവിയാണ് അദ്ദേഹം എന്ന് പറയാറുണ്ട്. വിശ്രമമില്ലാത്ത കവി. അപ്പോൾ അദ്ദേഹം സാഹിതിക്ക് ഒരു അഭിമാനമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ അരവിന്ദൻ പണിക്കശ്ശേരിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും അദ്ദേഹവും സാംസ്കാരിക മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം കുഞ്ഞുണ്ണി മാഷുമായിട്ട് വളരെയേറെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുണ്ണി മാഷിനെ പറ്റി കൂടുതൽ ആഴത്തിൽ അറിയുവാൻ അദ്ദേഹത്തിന്റെ സംഭാഷണം നമ്മളെ സഹായിക്കും. അപ്പൊ അദ്ദേഹത്തെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ആദരവോടുകൂടി സ്വാഗതം ചെയ്യും. അടുത്തതായി ഇവിടെ ഈ പരിപാടിയിൽ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്ന അപർണയും എഴുത്തുകാരിയും അധ്യാപികയുമാണ്. അപർണയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പരിപാടി കാണുവാനായിട്ട് ആസ്വദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട സദസ്സ്, സദസ്സിലെ ഓരോരുത്തരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.